ഹലോ നമസ്കാരം. എനിക്ക് നിൻ്റെ അത് ഓടിക്കാൻ തരുമോ? ഞാനൊരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. നമുക്കത് കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയാം. കണ്ടോ. എനിക്ക് നിന്റെ 100 ഓടിക്കാൻ തരുമോ? സ്റ്റാൻഡ് നിർത്തിട്ട് വേണം ഇതിലൂടെ ഒക്കെ തള്ളിക്കോ. ഓടിക്കാൻ അറിയാം. എടുത്തു. Go Blackberry, go Blackberry. ഒന്ന് നോക്കൂ, തലയിൽ ഹെൽമെറ്റ് ഇല്ല. തലയിൽ ഹെൽമെറ്റ് വേണം. പിന്നെ മുട്ട് അവിടെ വേണമെങ്കിൽ ഒരു മുട്ടുമ്പോൾ ഒരു പാഡും ഇട്ടാലും കുഴപ്പമില്ല, അതവിടെ നിൽക്കട്ടെ. തലയിൽ ഹെൽമെറ്റ് ഇല്ലാതെ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ടുള്ളൊരു കുട്ടിയും കൂടിയാണ്. ഇവർ വളരെ സ്മൂത്തായിട്ടിത് റീലാക്കിയിട്ട് ഒരുപാട് ആളുകൾ കണ്ടു എന്നുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ള ഈ റീൽ. അതിനുശേഷം എവിടെയും നമ്മൾ MVDയുടെയോ മറ്റോ ഒരു പോസ്റ്റ് ഇവർക്കെതിരെ ഹെൽമെറ്റ് ഇല്ലാത്തതിന് വണ്ടി ഓടിച്ചതിന് ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. നേരെ മറിച്ച് ഇതൊരു ആൺകുട്ടിയായിരുന്നു എന്ന് കരുതാം. MVDയുടെ ഒരു സൈറ്റ് ഉണ്ട്, കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അതിൽ അവർ സിനിമയിൽ നിന്നെല്ലാം ചില ക്ലിപ്പുകളൊക്കെ എടുത്തു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വേറൊരു റീല് MVDയുടെ പകരം. എന്നിട്ട് ആ ചെക്കൻ്റെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അത് കെട്ടിപ്പൂട്ടി 4 മടക്കി ആ ചെക്കനെ പറ്റുമെങ്കിൽ ലൈസൻസും മേടിച്ച് വെച്ച് അതിൻ്റെ പേപ്പറൊക്കെ മേടിച്ച് വെച്ച് കിട്ടാവുന്ന പെറ്റിയൊക്കെ കൊടുത്ത് അങ്ങനെ അവനങ്ങ് പണ്ടാറടിങ്ങ് ആഘോഷിക്കും. ഇവിടെ ഇത്തരം സ്ത്രീകൾ, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് ആയിട്ടുള്ള ഇത്തരം സ്ത്രീകൾ എന്ത് തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ MVD ഇല്ല, രായപ്പനും ഇല്ല, ഹേമന്മാരും ഇല്ല. ഇതെന്തുവാ അതല്ലേ? രണ്ടിനും രണ്ട് നിയമങ്ങൾ. ഈ അടുത്ത് MVDയുടെ ഇതുപോലൊരു റീല് കണ്ടായിരുന്നു. അതിൽ ഒരു 800 സെന്നോ മറ്റോ അഡീഷണൽ ഫിറ്റിങ്സ് ഒക്കെ കയറ്റി ഒരു സൈലൻസറിൽ നിന്ന് തീ തള്ളുന്ന ഒരു സംഭവമായിരുന്നു. അപകടമാർന്ന രീതിയിൽ വണ്ടി ഓടിക്കുകയും അത് MVD പൊക്കുകയും അതിൻ്റെ ഒരു റീല് MVD ഇടുകയുണ്ടായി. നല്ല കാര്യം തന്നെ, നമ്മളതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത്തരം കാര്യങ്ങൾ ചെയ്തത് മോശമാണെന്നും പറയുന്നില്ല. അത് MVD ഫോളോ ചെയ്ത് പിടിക്കുകയോ മറ്റാരോ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുകയോ ചെയ്തതാണ്. അതിനൊന്നും നമ്മൾ മോശമായി പറയുന്നില്ല, ചെയ്യുന്നില്ല എന്നല്ല. പക്ഷെ ഇത്തരം സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് അവർ തന്നെ ഷൂട്ട് ചെയ്ത് അവർ തന്നെ ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ള ഇത്തരം ട്രാഫിക് പാലിക്കേണ്ട കാര്യങ്ങളൊന്നും പാലിക്കാതെ ബ്യൂട്ടിഫുള്ളായ റീലിടുകയും അതിൽ നിന്ന് ചോളയടിച്ച് പോക്കറ്റിലിടുകയും ചെയ്യുന്നു. ഒരു കുഴപ്പമില്ല കേരളത്തിൽ. നമ്മൾ എവിടെയും ഇത് നാളെ പോലീസ് പിടിച്ചതോ ഈ പെൺകുട്ടിയോ ഈ ബൈക്കും പിടിച്ചുകൊണ്ട് MVDയുടെയോ മറ്റോ എന്തെങ്കിലും ഒരു റീലോ ഒന്നും നമ്മൾ കാണില്ല. ഇതാണ് ഇവിടുത്തെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നമ്മളിതിന് MVDക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. MVDയുടെ ഒക്കെ ഒരു വാട്സപ്പ് ഉണ്ട്, അതിലൊക്കെ അത് അയച്ചു കൊടുത്താൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹെൽമെറ്റ് ഇടാതെ ഇത്തരം വീഡിയോകൾ കുട്ടികൾ കാണുമ്പോൾ അവരത് ഫോളോ ചെയ്യാൻ തുടങ്ങും അല്ലേ? എത്ര ആളുകൾ ഈ മഴയത്തെല്ലാം ഹെൽമെറ്റ് ഇടാതെ ഇത്തരം രീതികൾ ഫോളോ ചെയ്യും? എത്രമാത്രം അപകടത്തിലേക്കാണ് ഇത്തരം വീഡിയോകൾ ഇവർ ഷെയർ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന മറ്റുള്ള കുട്ടികളെല്ലാം ഇൻസ്പയർ ചെയ്തുകൊണ്ട് എത്ര അപകടത്തിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വീഡിയോകൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇത്തരം വീഡിയോകൾ MVDയുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നിങ്ങൾ രണ്ട് ചേരിയിൽ നിൽക്കാതെ കൃത്യമായി ആക്ഷൻ എടുക്കുക. ഇതൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോൾ പൊക്കി പിടിച്ച് അവനുള്ളിലാക്കി എന്ന് വെച്ചാൽ മതി. ഞാൻ എല്ലാവരെയും അല്ലാട്ടോ MVDയിലുള്ള എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്. പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമാണ്. അല്ലാതെ MVD ആരെയും ചെയ്യുന്നില്ല എന്നൊന്നും നമ്മളെവിടെയും പറയുന്നില്ല. പക്ഷെ പലതും കണ്ടില്ല എന്നൊക്കെ എവിടെയോ നടിക്കുന്നുണ്ട് എന്ന് ഇത്തരം റീലുകൾ കാണുമ്പോൾ നമ്മൾക്ക് തോന്നുന്നു.
അത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നു. എന്താ ശരിയല്ലേ?